ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തൃശൂർ അതിരൂപതയുടെ പിതാവായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാ പൂക്കൾ നേരുന്നു. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ലഘു ജീവചരിത്രം 1930 ഡിസംബർ 13 പാലാ രൂപതയിലെ വിളക്കുമാടത്ത് തൂങ്കുഴി കുര്യൻ്റെയും റോസയുടെയും മകനായി ജേക്കബ് തൂങ്കുഴി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നുള്ള കർഷകരായിരുന്നു. അവരുടെ 12 മക്കളിൽ 4ാമനായിരുന്നു ജേക്കബ് തൂങ്കുഴി. തൂങ്കുഴി കുടുംബം പിന്നീട് കോഴിക്കോട്ടെ തിരുവമ്പാടിയിലേക്ക് താമസം മാറി. 1947 അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ മൈനർ സെമിനാരിയിൽ ചേർന്നു. ഫിലോസഫി പഠനത്തിനു ശേഷം തിയോളജി പഠിക്കുവാനായി റോമിലേക്ക് പോയി. 1956 ഡിസംബർ 22 തൻ്റെ 26ാം വയസ്സിൽ അദ്ദേഹം റോമിൽ വെച്ച് പുരോഹിതനായി അഭിഷിക്തനാക്കപ്പെട്ടു. തുടർന്ന് പൊന്തിഫിക്കൽ ലാറ്ററൽ സർവകലാശാലയിൽ നിന്ന് കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുന്നതിനായി അദ്ദേഹം 4 വർഷം കൂടി റോമിൽ തുടർന്നു. തലശ്ശേരി രൂപതയുടെ ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി പിതാവിൻ്റെ സെക്രട്ടറിയായും രൂപത ചാൻസലറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. പിന്നീട് തലശ്ശേരിയിലെ മൈനർ സെമിനാരിയുടെ റെക്ടറായി നിയമിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിലെ ഫോർഡ്ഹാം സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് 15 വർഷത്തോളം അദ്ദേഹം റോമിൽ സേവനം അനുഷ്ഠിച്ചു. പോൾ 6ാമൻ മാർപ്പാപ്പ 1973 മാർച്ച് 1 അദ്ദേഹത്തെ പുതിയതായി രൂപീകരിച്ച മാനന്തവാടി രൂപതയുടെ പ്രഥമ ബിഷപ്പായി നിയമിച്ചു. 1973 മെയ് 1 അദ്ദേഹം ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തത്. തദ്ദേശീയ ജനതയുടെ പുരോഗതിക്കായി അദ്ദേഹം ഗോത്ര സമൂഹ വികസന പദ്ധതി ആരംഭിച്ചു. മാനന്തവാടി രൂപതയിലെ ജനങ്ങളുടെ പാസ്റ്ററൽ മിഷണറി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 1977 സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസീസ് സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. 2 തവണ അദ്ദേഹം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. മാനന്തവാടി രൂപതയുടെ ബിഷപ്പായി 22 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം 1995 മെയ് 18 അദ്ദേഹത്തെ താമരശ്ശേരി ബിഷപ്പായി മാർപ്പാപ്പ നിയമിച്ചു. 1995 ജൂലൈ 28 അദ്ദേഹം ചുമതലയേറ്റ് താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ ബിഷപ്പായി. തൃശൂർ അതിരൂപതയുടെ മെത്രാൻ ആയിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം അന്തരിച്ചതിനെ തുടർന്ന് മാർപ്പാപ്പ അദ്ദേഹത്തെ 1996 ഡിസംബർ 18 തൃശൂർ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. 1997 ഫെബ്രുവരി 15 തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. 2007 ജനുവരി 22 വരെ അദ്ദേഹം തൃശൂർ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചു. പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം സ്ഥാനം രാജിവെച്ചു. 1997 മേരി മാത മേജർ സെമിനാരിയും 2002 ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും 2003 ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അദ്ദേഹം സ്ഥാപിച്ചു. കൂടാതെ 2002 ജീവൻ TV ചാനലിൻ്റെ സ്ഥാപനത്തിനും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. 2007 വിരമിച്ച ശേഷം അദ്ദേഹം സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ താമസിച്ചു പോന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ബഹുമാനപ്പെട്ട പിതാവ് 2025 സെപ്റ്റംബർ 17 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:50 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 94 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതം സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാക്കുവാൻ യോഗ്യനാക്കി തീർക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം പിതാവിന് വിശുദ്ധ പദവി ലഭിക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവിനെയും കൂടി ഓർക്കാം. തൃശൂർ അതിരൂപതയുടെ ചുമതല ഏറ്റെടുത്ത് ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം.
കൂടുതൽ സഭാകാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സഹനത്തിന്റെ ഉദാത്തമായ മാതൃക എങ്ങനെയായിരിക്കണമെന്ന് സഹപുരോഹിതരെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു തൂങ്കുഴി പിതാവ്. ഏറ്റവും ഹൃദ്യമായ ബലിയർപ്പണം, ഏറ്റവും മികച്ച ധ്യാന പ്രസംഗം, പുഞ്ചിരിയോടെയുള്ള സംസാരം, ദേഷ്യമോ കോപമോ പരാതിയോ പരിഭവമോ ഇല്ലാതെ ഏറ്റവും നല്ല വ്യക്തിത്വം, ഏറ്റവും മികച്ച കേൾവിക്കാരൻ. മറ്റുള്ളവരെ കേൾക്കുക എന്നത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. കുടിയേറ്റ ജനതയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നിരവധിയായ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. പിതാവേ, സഭയുള്ള കാലത്തോളം അങ്ങ് ചെയ്ത സേവനങ്ങൾ എക്കാലവും നിലനിൽക്കും. അതിൽ നിന്നും ഒന്നുപോലും ആർക്കും കൂട്ടിച്ചേർക്കുവാനോ എടുത്തു കളയുവാനോ സാധിക്കുകയില്ല. പലപ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് വിഷമം തോന്നാറുണ്ട്. വിരുന്നുകാരൻ എന്ന പദപ്രയോഗം ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ മരണശേഷവും ഉപയോഗിക്കപ്പെട്ടു എങ്കിൽ ആ പദത്തിനോട് നാട്ടുകാർ എന്ന പദം ചെലുത്തുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ ഇന്നും തുടരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.